Today's question is very simple. Do you have a car or have you a car? Both are grammatically correct, but one sounds like a sentence from a 19th century novel. So let's find out why and which one you should use in everyday English. He has a car. He is the subject. Has is it's a transitive verb, and a car is the object. That means direct object of has. So has is a transitive verb. Has, see, അതുകൊണ്ട് തന്നെ ഇതിന് നിങ്ങൾക്ക് ചോദ്യമാക്കണമെങ്കിൽ ഉദാഹരണത്തിന് ഹി ഈറ്റ്സ് മീറ്റിനെ ചോദ്യമാക്കാൻ നമുക്ക് അറിയാം, അല്ലെങ്കിൽ അതിനെ നെഗറ്റീവ് ആക്കാൻ അറിയാം. ഈറ്റ് പ്ലസ് എസ് ആണ്, ഇവിടെ ഡു ഇടുന്നു, എസ് ഇങ്ങോട്ട് എഴുതി. അപ്പോൾ അത് ഡസായി, ഡസിന്റെ കൂടെ നമ്മൾ എന്ത് ചേർക്കുന്നു? അവർ സെന്റൻസ് ഹി ഡസൻറ്റ് ഈറ്റ് മീറ്റ് ആവുന്നു. ഇത് ആർക്കും ബാധകമാണ്. ഈ രീതി നമുക്ക് ഹാസിനും ഹാവിനും ഒക്കെ ബാധകമാണ്. ഒരു സെന്റൻസിലെ മെയിൻ വെർബായിട്ട് വരുന്ന സമയത്താണ്. അപ്പോൾ ഹി ഹാസ് എ കാറിനെ നമ്മൾ നെഗറ്റീവ് ആക്കി കഴിഞ്ഞാൽ ഹാസ് എന്ന് പറയുന്നത് എന്താണ്? ഹാവ് പ്ലസ് സിംഗുലർ മോർഫീമാണ്. ഹാവ് പ്ലസ് സിംഗുലർ മോർഫീമാണ്. നോക്കൂ, പ്ലസ് നിങ്ങൾ ടു എടുക്കുന്നു അല്ലെ. സിംഗുലർ മോർഫീം ഇവിടെ വരുന്ന സമയത്ത് ഡസ് ആകുന്നു. അപ്പോൾ ഡസ് പ്ലസ് ഹാവ് ആയി. ഇനി നെഗറ്റീവ് സെന്റൻസ് പറയൂ. ഹി ഡസൻറ്റ്, ഡസിനോട് ഇങ്ങോട്ട് ചേരുന്നു, ഹാവ് എ കാർ. അപ്പോൾ ഹി ഹാസ് എ കാറിന്റെ നെഗറ്റീവ് ഫോം ഹി ഡസൻറ്റ് ഹാവ് എ കാർ. ഹി ഡസൻറ്റ് ഹാവ് എ കാർ. ഇനി ഇതിനെ ചോദ്യം ആകണമെങ്കിൽ ഡസ് മുന്നിലിടൂ. Does he have a car? ഇനി ഇതിനെ ക്വസ്റ്റ്യൻ വേർഡ് ക്വസ്റ്റ്യൻ ആകണമെങ്കിൽ what does he have? Car or scooter? മനസ്സിലായോ? അപ്പോൾ നല്ല വേഗത്തിൽ ഒന്ന് പറഞ്ഞു നോക്കൂ. He has a car. He doesn't have a car. Does he have a car? What does he have? Scooter or car? നോക്കൂ, ഇനി ഇതിന് പകരം they ആണ് വന്നിരുന്നതെങ്കിൽ they have a car. ഇത് പ്ലൂറലാണ്. have പ്ലസ് സീറോ മോർഫീം ആണ്. സീറോ മോർഫീം ഡൂവിനോട് ചേർന്നാൽ ഡു തന്നെയാണ്. അപ്പോൾ നമുക്ക് കിട്ടുന്ന സെന്റൻസ് നെഗറ്റീവ് ചെയ്തോ, you don't have a car. ഇനി ഇതിനെ ചോദ്യമാക്കൂ, do you have a car? Then അതിനെ ക്വസ്റ്റ്യൻ വേർഡ് ക്വസ്റ്റ്യൻ ആക്കൂ, what do you have? Car or scooter? നോക്കൂ, ബ്രിട്ടീഷ് ഇംഗ്ലീഷിലും അമേരിക്കൻ ഇംഗ്ലീഷിലും നോക്കൂ ഇതേ രീതിയിൽ തന്നെയാണ് ഹാവിന് ഹാവ് യൂസ് ചെയ്യുന്നത്. മനസ്സിലായല്ലോ? നോക്കൂ, ഇനി ബ്രിട്ടീഷ് ഇംഗ്ലീഷിൽ മാത്രമായിട്ടുള്ള ഒന്നാണ്. നോക്കൂ, he has got a car. He has got a car. He has got a car is equal to he has a car. പക്ഷെ ഇതിന്റെ നെഗറ്റീവും ക്വസ്റ്റ്യൻ ഒക്കെ ഉണ്ടാക്കുന്നത് ഹാസ്. ഇത് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്. അതാണ് ഫിഗറായിട്ട് നോക്കിയാൽ. പക്ഷേ ഇറ്റ് മീൻസ് ഹി ഹാസ് എ കാർ. ഇറ്റ് ഈക്വൽസ് ഹി ഹാസ് എ കാർ. അപ്പോൾ ഹാസ് നിങ്ങൾ വിളിച്ചിട്ടാൽ ഹാസ് ഹി ഗോട്ട് എ കാർ. ഹാസ് ഹി ഗോട്ട് എ കാർ. ദെൻ ഇനി നെഗറ്റീവ് ആക്കുകയാണെങ്കിൽ ഹി ഹാസന്റ് ഗോട്ട് എ കാർ. ഹി ഹാസന്റ് ഗോട്ട് എ കാർ. അപ്പോൾ ഹി ഹാസ് ഗോട്ട് എ കാർ അല്ലെങ്കിൽ ഹാവിംഗ് ഗോട്ട് എ കാർ നമ്മൾ ചോദ്യം ചോദിച്ചാൽ തീർച്ചയായിട്ടും നോക്കൂ അത് അതിന്റെ മറുപടി യെസ് ഐ ഹാവ് ഗോട്ട് എ കാർ അല്ലെങ്കിൽ ഐ ഹാവിംഗ് ഗോട്ട് എ കാർ എന്നായിരിക്കും. But this is used only in British English.